അധ്യായം 57. അവർ ഡാഡിയെ തട്ടിയെടുക്കുമോ? ലാവണ്യ സിദ്ധാർത്ഥിന്റെ മുന്നിൽ ഒന്നും പറയാതെ നിന്നു. അപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചത് കേട്ടില്ലേ ഇവിടേക്ക് എന്തിനാ വന്നതെന്ന്? അവന്റെ കടുത്ത ശബ്ദത്തിലുള്ള ചോദ്യം കേട്ട് ലാവണ്യ വല്ലാതെ പതറി. അവൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. ചോദിക്കാൻ വന്ന കാര്യങ്ങൾ പോലും അവൾ മറന്നുപോയി. അത് സിദ്ധാർത്ഥ്, മല്ലികാന്റിയെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. ലാവണ്യ ഒടുവിൽ ഒരു കള്ളം പറഞ്ഞു. അവൾ മല്ലികയെ കാണാനല്ല വന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. എന്നിട്ടും അവനത് മനസ്സിലാവാത്ത പോലെ പറഞ്ഞു. മല്ലികാം ഇവിടെ ഇല്ല. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ലാവണ്യ അവനെ നോക്കി. എവിടെ പോയി? അവൾ ചോദിച്ചു. ഇവിടെ ഇല്ല, അത്രന്നെ. പോവാൻ നോക്ക് നിങ്ങള്, സിദ്ധാർത്ഥ് പറഞ്ഞു. എന്നാലും എവിടെയാണെന്ന് പറഞ്ഞൂടെ? ലാവണ്യ ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ എന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ ഹേമന്ത് ഉടനെ കയറി പറഞ്ഞു. മല്ലികാമ വല്ല പച്ചക്കറി മേടിക്കാൻ പോയതാ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര കാലമായി മല്ലികാമ ഉണ്ടാക്കുന്ന സദ്യ കഴിച്ചിട്ട്? ഹേമന്ത് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവന്റെ നേർക്ക് തുറിച്ചു നോക്കി. സാധാരണ ഹേമന്ത് എല്ലാ അവസരത്തിലും സിദ്ധാർത്ഥിന്റെ കൂടെയാണ് നിൽക്കാറുള്ളത്. പക്ഷേ ലാവണ്യയെ കണ്ടാൽ അപ്പോൾ അവൻ മറുകണ്ഠം ചാടും. ഇതിപ്പോ സ്ഥിരമായി അങ്ങനെയാണെന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിച്ചു. ലാവണ്യയെ കാണുമ്പോഴുള്ള നിന്റെ ഉത്സാഹം ഞാൻ തീർത്തു തരട പന്നി, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. അപ്പോൾ അവനെ നോക്കി ഹേമന്ത് മനസ്സിൽ ചിന്തിച്ചു. സോറിയടാ, ഇവളെയൊന്നും ഇരിക്കാൻ ഇതൊക്കെ കൊണ്ടേ പറ്റൂ. പ്ലീസ് കോപ്പറേറ്റ്. ഹേമന്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ചിരിച്ചു. സിദ്ധാർത്ഥ് അവനെ പിന്നെ നോക്കിയില്ല. സിദ്ധാർത്ഥ്, മല്ലികാന്റി എവിടെ പോയതാ? ലാവണ്യ ചോദിച്ചു. ലാവണ്യ അവിടെ വന്നത് തന്നെ ഇഷ്ടമായില്ല എന്ന് സിദ്ധാർത്ഥിന്റെ മുഖം പറയുന്നുണ്ട്. അവൻ അവളോട് ഇറങ്ങിപ്പോവാൻ പറയാനും പറ്റില്ല. മല്ലികയുടെ കൂടെ അവർ 3 പേരും കുട്ടിക്കാലം മുതൽ അവർ ഒന്നിച്ചാണ് വളർന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അവൾക്ക് വിഷമമാവുമെന്ന് സിദ്ധാർത്ഥിന് തോന്നി. സിദ്ധാർത്ഥ് എന്തെങ്കിലും പറയും മുമ്പേ മല്ലിക അവിടേക്ക് കയറി വന്നു. കൂടെ അശ്വിനും ഉണ്ടായിരുന്നു. അത് കണ്ട് സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവരെ നോക്കി. അവരുടെ ഒപ്പം നീലിമയെ കാണാതെ അവൻ പരിഭ്രമിച്ചു. ഹായ് മല്ലികാന്റി, ലാവണ്യ ഉടനെ ഉത്സാഹത്തോടെ വിളിച്ചു. അല്ല, ഇതാരാ? ലാവണ്യ മോളോ? മല്ലിക ചിരിയോടെ ചോദിച്ചു. ഹേമന്തും മല്ലികയെ നോക്കി പുഞ്ചിരിച്ചു. ഇതെന്താ പെട്ടെന്ന്? മല്ലിക ചോദിച്ചു. അത് മല്ലികാന്റിയെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ്, ലാവണ്യ പറഞ്ഞു. അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് പാളി നോക്കിയാണ് അത് പറഞ്ഞത്. സിദ്ധാർത്ഥ് അവളെ ശ്രദ്ധിച്ചില്ല. അവന്റെ ചിന്ത മുഴുവൻ നീലിമയെ കുറിച്ചായിരുന്നു. കാലിന് വയ്യാത്ത അവളെ തനിച്ചാക്കി മല്ലിക വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. സിദ്ധാർത്ഥ് മല്ലികയെ നോക്കി ചോദിച്ചു. അല്ല, ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നത്? നീലിമ എവിടെ? സിദ്ധാർത്ഥ് നീലിമയെ കുറിച്ച് ചോദിച്ചത് ലാവണ്യ കേട്ടിരുന്നില്ല. അവളുടെ ശ്രദ്ധയപ്പോൾ മല്ലികയുടെ കൂടെ കയറി വന്ന അശ്വിനിലായിരുന്നു. അല്ല, ഈ കുട്ടിയെന്താ ഇവിടെ? ലാവണ്യ ചോദിച്ചു. അപ്പോൾ മല്ലിക സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പറഞ്ഞു. നമ്മുടെ കുട്ടി മുതലാളിയുടെ ഡ്രസ്സെല്ലാം നനഞ്ഞുപോയി. അതാ ഉടനെ ചേഞ്ച് ചെയ്തിട്ട് പോവാമെന്ന് കരുതി. എന്നാ ഡ്രസ്സ് മാറ്റി വാ, ഞാൻ കൊണ്ടുവിടാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ ലാവണ്യ വീണ്ടും ചോദിച്ചു. സിദ്ധാർത്ഥ്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? ലാവണ്യ ഒച്ചത്തിൽ ചോദിച്ചത് ഇഷ്ടമാവാത്ത മട്ടിൽ സിദ്ധാർത്ഥ് ലാവണ്യയെ തുറച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു. എന്റെ വീട്ടിൽ ആരൊക്കെ നിൽക്കണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. അത് താൻ അന്വേഷിക്കണ്ട, സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മുഖത്ത് അടികിട്ടിയതുപോലെ ലാവണ്യ തറഞ്ഞു നിന്നുപോയി. വിഷമം മുഖത്ത് കാണാതിരിക്കാൻ അവൾ ഒരുപാട് പാടുപെട്ടു. അപ്പോൾ മല്ലിക വീണ്ടും അശ്വിനെയും എടുത്ത് അവിടേക്ക് വന്നു. അല്ല, മക്കള് വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ ചായ എടുക്കട്ടെ? മല്ലിക ചോദിച്ചു. ആയിക്കോട്ടെ, ചായ മാത്രമാക്കണ്ട, കാര്യമായി എന്തെങ്കിലും എടുത്തോ, ഹേമന്ത് ചിരിയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോൾ തന്നെ നോക്കി കണ്ണുരുട്ടുന്നത് ഹേമന്ത് കാണുന്നുണ്ടായിരുന്നു. അവനത് കാണാത്ത മട്ടിൽ ലാവണ്യയെ നോക്കി സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മല്ലിക പറഞ്ഞു. അയ്യോ മോനെ, കാര്യമായി ഒന്നും എടുക്കാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. നിങ്ങൾ പിന്നെ ഒരിക്കലും വാ. ഞാൻ കുട്ടി മുതലാളിയുടെ ഡ്രസ്സ് മാറ്റിക്കൊടുക്കാൻ വന്നതാ. ഉടനെ പോണം, മല്ലിക പറഞ്ഞത് കേട്ട് ലാവണ്യ അത്ഭുതത്തോടെ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി. മല്ലിക അപ്പോൾ അകത്തേക്ക് പോയി. അല്ല സിദ്ധാർത്ഥ്, അതെന്താ മല്ലികാന്റി ആ കുട്ടിയെ കുട്ടി മുതലാളിന്ന് പറഞ്ഞേ? നിന്റെ മകനെയല്ലേ അങ്ങനെ വിളിക്കേണ്ടത്? എന്നിട്ടിപ്പോ ഏതോ ഒരു കുട്ടിയെ മുതലാളിന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? ലാവണ്യ ആശങ്കയോടെ ചോദിച്ചു. അവളെ സംബന്ധിച്ച് അവൾക്കും സിദ്ധാർത്ഥിനും ഉണ്ടാകാൻ പോകുന്ന കുട്ടിയാവണം അവിടുത്തെ കുട്ടി മുതലാളി. ആ സ്ഥാനം മറ്റൊരാൾ കൈയടക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലാവണ്യ അങ്ങനെ ചോദിച്ചത്. സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ അവളെ രൂക്ഷമായി നോക്കി. അത് കണ്ട് അവൾ പരുങ്ങി. അല്ല, ഞാനൊന്നും ഉണ്ടായിട്ട് ചോദിച്ചതല്ല, ജസ്റ്റ് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ, ലാവണ്യ പറഞ്ഞു. സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ ഹേമന്തിനെ നോക്കി. നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്, സിദ്ധാർത്ഥ് ഹേമന്തിനെ നോക്കി അത്രയും പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങാനൊരുങ്ങി. അപ്പോൾ ലാവണ്യ പിന്നാലെ ചെന്ന് അവനെ വിളിക്കാൻ ശ്രമിച്ചു. അശ്വിൻ അവിടെ ഉള്ളതുകൊണ്ട് അവൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ലായിരുന്നു. ലാവണ്യ എന്തോ വീണ്ടും ചോദിക്കാൻ ഒരുങ്ങുന്നത് കണ്ട ഹേമന്ത് അവളെ പിന്നിൽ നിന്ന് പിടിച്ച് വാ പൊത്തി. എന്നിട്ട് സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പറഞ്ഞു. ഏയ്, കഴിക്കാൻ നിൽക്കുന്നില്ല, ഞങ്ങളും ഇറങ്ങുവാ, ഹേമന്ത് പറഞ്ഞു. സിദ്ധാർത്ഥ് മറുപടി പറയാതെ ഒന്ന് മൂളി. അപ്പോൾ ഹേമന്ത് ലാവണ്യയെ നോക്കി പറഞ്ഞു. ഇനി നീ സംസാരിച്ച അവൻ വല്ല ഉലക്കയും വെച്ചാ വീണ് തല്ലാൻ പോകുന്നേ. മതി സംസാരിച്ചത്, വരാൻ നോക്ക്, ഹേമന്ത് പറഞ്ഞത് കേട്ട് ലാവണ്യ ദേഷ്യത്തോടെ അവനെ നോക്കി. ഞാൻ വരുന്നില്ല, എനിക്കറിഞ്ഞേ പറ്റൂ ആ കുട്ടിയും അതിന്റെ അമ്മയും ഇവന്റെ ആരാണെന്ന്, ലാവണ്യ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് മല്ലികയുടെ കൂടെ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നത് കണ്ട്
ഹേമന്ത് ഉടനെ ലാവണ്യയുടെ കയ്യിൽ കടന്നു പിടിച്ചു പുറത്തേക്ക് വലിച്ചു. നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, വാ പോവാം, ഹേമന്ത് പറഞ്ഞു. ലാവണ്യ അപ്പോൾ അവന്റെ കൈ വിടുവിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേമന്ത്, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ എന്നെ തടയുന്നേ? ലാവണ്യ ചോദിച്ചു. അവനോട് ഇപ്പൊ തന്നെ കൂടുതൽ ചോദ്യം ചെയ്താ പിന്നെ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതൊക്കെ ഓർത്ത് വെച്ചിട്ട് സംസാരിക്കൂ, ഹേമന്ത് പറഞ്ഞു. അപ്പോൾ ലാവണ്യ അവനെ നോക്കി. ഹേമന്ത്, സത്യം പറ, നിനക്കറിയാമോ സിദ്ധാർത്ഥിന്റെ ആരാണ് നീലിമ എന്ന്? ആ കുട്ടി ഈ വീട്ടിലാണ് താമസം. അപ്പോൾ അവളും ഇവിടെ തന്നെ ആവില്ലേ? കുട്ടിക്കാലം മുതൽ സിദ്ധാർത്ഥ് അവന്റെ പേഴ്സണൽ സ്പേസിൽ ആരെയും പഠിപ്പിക്കാറില്ല. അങ്ങനെയുള്ള അവൻ ഇപ്പൊ ഈ വീട്ടിൽ അവളെയും കുട്ടിയും താമസിപ്പിച്ചു എങ്കിൽ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടേ? ലാവണ്യ ചോദിച്ചു. നീ എന്തെങ്കിലും മനസ്സിലാക്കിക്കോ, എനിക്കൊന്നും പറയാനില്ല, ഹേമന്ത് പറഞ്ഞു. ലാവണ്യ ആശയക്കുഴപ്പത്തിൽ റോഡിൽ അങ്ങനെ നിന്നു. അവളുടെ അവസ്ഥ കണ്ട് ഹേമന്തിന് സങ്കടം തോന്നി. നീലിമ ബീച്ച് സൈഡിലെ ക്യാബിനിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ക്യാബിന് പുറത്ത് സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ്സുമുണ്ട്. മല്ലിക എന്താ തിരികെ വരാത്തതെന്ന് ഓർക്കുകയായിരുന്നു അവൾ. അപ്പോഴേക്കും അശ്വിൻ അവിടേക്ക് ഓടി വന്നു. അമ്മ, ഇന്നൊരു സംഗതി ഉണ്ടായി, അശ്വിൻ പറഞ്ഞു. അവൻ രഹസ്യം പറയുന്ന മട്ടിൽ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. എന്ത് സംഗതി? നീലിമ ചോദിച്ചു. നമ്മള് അന്ന് കണ്ട ആന്റി ഇല്ലേ, ലാവണ്യ ആന്റി, അവരിന്ന് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. അവർ ഡാഡിയോട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു, അശ്വിൻ വലിയ കാര്യമായി പറഞ്ഞു. അതിനിപ്പോ എന്താ, അവര് ഡാഡിയുടെ ഫ്രണ്ടല്ലേ, നീലിമ ചോദിച്ചു. അപ്പോൾ അശ്വിൻ അവളെ അതിശയത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇത്രക്ക് മണ്ടിയായി പോയല്ലോ. ആ ആന്റി നമ്മുടെ ഡാഡിയെ തട്ടിയെടുത്തോണ്ട് പോയാലോ, അശ്വിൻ ചോദിച്ചു. അത് കേട്ട് നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി. നിനക്കിതൊക്കെ ആരാടാ പഠിപ്പിച്ചു തരുന്നേ? നിന്റെ ടീച്ചറെ ഞാനൊന്ന് കാണട്ടെ കേട്ടോ, നീലിമ പറഞ്ഞു. അമ്മ, എനിക്ക് പേടിയാ, അതാ ഞാനങ്ങനെ ചോദിച്ചത്, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് അങ്ങനെ പിന്നെ വഴക്ക് പറയാൻ തോന്നിയില്ല. നീലിമ അശ്വിനെ ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ദേ നോക്കുമോനു, നമ്മുടെ ഡാഡി അങ്ങനെ പോകുന്ന ഒരാളല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഇനി ചെയ്താലും ഞാൻ തടയാൻ നിൽക്കില്ല. അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ തോന്നില്ലല്ലോ, നീലിമ പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് സിദ്ധാർത്ഥിന്റെ കൂടെ മല്ലിക കയറി വരുന്നത്. അയ്യോ മോളെ, ലാവണ്യയും സിദ്ധാർത്ഥും തമ്മിൽ അങ്ങനെയുള്ള യാതൊരു ബന്ധവുമില്ല. മോള് വെറുതെ ഓരോന്നും ചിന്തിക്കാതെ, മല്ലിക പറഞ്ഞു. സിദ്ധാർത്ഥ് ഒന്നും പറയാതെ നീലിമയെ തന്നെ നോക്കി. എനിക്കറിയാം മല്ലികാമേ, എനിക്ക് സിദ്ധുവേട്ടനെ വിശ്വാസാ. ഇവൻ ഓരോന്ന് ചോദിച്ചപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞതാ, നീലിമ പറഞ്ഞു. അവൾ സിദ്ധുവേട്ടൻ എന്ന് വിളിച്ചത് സിദ്ധാർത്ഥിന് വളരെ ഇഷ്ടമായി. കേട്ടോ മോനെ, നീലിമ മോൾ എത്ര നന്നായിട്ടാണ് ഓരോന്ന് മനസ്സിലാക്കി ചെയ്യുന്നതെന്ന് കണ്ടോ? അവന്റെ ഭാഗ്യമാണ് ഈ കുട്ടി, മല്ലിക പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു. നീലിമ കുഞ്ഞിനെ അവളുടെ അച്ഛനും അമ്മയും നന്നായി വളർത്തിയതിന്റെ ഗുണമാണിതൊക്കെ, മല്ലിക വീണ്ടും പറഞ്ഞു. അത് കേട്ട് നീലിമ മനസ്സിൽ അച്ഛനെ ഓർത്തു. എന്റെ അമ്മ വളരെ പാവമായിരുന്നു മല്ലികാമ്മേ. അമ്മയുടെ ഒരുപാട് നല്ല ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ എനിക്കത്ര നല്ല ഓർമ്മയല്ല, നീലിമ മനസ്സിൽ പറഞ്ഞു. അവൾ കടലിലേക്ക് നോക്കിയിരുന്നു. നീലിമ അച്ഛനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. മാധവിയും വീട്ടിൽ അപ്പോൾ വാസുദേവനും ഭാര്യ സത്യഭാമയുമെല്ലാം വലിയ ചർച്ചയിലായിരുന്നു. ഒന്നാമത് അവരുടെ ബിസിനസ് എല്ലാം തകർച്ചയുടെ വക്കിലാണ്. അതിന്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബിസിനസ് എങ്ങനെ തകർച്ചയിൽ നിന്ന് കരകയറ്റാമെന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് അഞ്ജലി അവിടേക്ക് വരുന്നത്. അഞ്ജലി വന്ന പാടെ അമ്മയെ നോക്കി പറഞ്ഞു. അമ്മേ, ആദ്യയുടെ വീട്ടുകാർ കല്യാണം തിരി നീട്ടിവെക്കാൻ പറയുന്നുണ്ട്. അഞ്ജലി പറഞ്ഞത് കേട്ട് വിശ്വാസം വരാത്ത മട്ടിൽ സത്യഭാമ അഞ്ജലിയെ നോക്കി. എന്താ അതെന്തൊക്കെ നീട്ടിവെക്കാൻ പറയുന്നേ? അതും ഇത്രയൊക്കെയായിട്ട് പെട്ടെന്ന്, സത്യഭാമ ചോദിച്ചു. അത് കേട്ട് അഞ്ജലി പറഞ്ഞു. എനിക്കൊന്നും അറിയില്ലമ്മ, അവർ അങ്ങനെയാണ് പറയുന്നത്. ആദിയും അത് തന്നെ പറഞ്ഞു. അഞ്ജലി ആശങ്കയിലായി. ഷെടാ, ഇതെന്താ പെട്ടെന്ന്? സത്യഭാമ പരിഭ്രമത്തോടെ ഭർത്താവിനെ നോക്കി. മനുഷ്യ, നിങ്ങളൊന്ന് ആദിയെ വിളിച്ചു നോക്കിക്കേ, സത്യഭാമ പറഞ്ഞു. വാസുദേവൻ പക്ഷേ ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. അത് കണ്ട അഞ്ജലി അയാളുടെ അരികിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ ബിസിനസ് തകരുന്നെന്ന് കേട്ടിട്ടോ? അവരിങ്ങനെ ഒരു തീരുമാനം പറയുന്നേ. എന്തെങ്കിലും ചെയ്യണം അച്ഛാ, എനിക്ക് ആദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അഞ്ജലി പറഞ്ഞു. അവളുടെ സങ്കടം കണ്ട് സത്യഭാമ അവളെ നോക്കി പറഞ്ഞു. മോള് വിഷമിക്കാതെ എന്തെങ്കിലും വഴി കാണാം. അപ്പോഴും വാസുദേവൻ മറ്റെന്തൊക്കെയോ ചിന്തയിലായിരുന്നു. അയാൾക്ക് സത്യത്തിൽ അഞ്ജലിയുടെ വിഷമം കണ്ട് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ ബിസിനസ് പുതുക്കാനൊന്നും അയാൾക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ പറ്റില്ല. അത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് വാസുദേവൻ മിണ്ടാതിരുന്നത്. അയാളുടെ മൗനം ശ്രദ്ധിച്ച ഭാര്യ ഉടനെ പറഞ്ഞു. ദേ മനുഷ്യ, എന്ത് ചെയ്തിട്ടായാലും ശരി, നമ്മുടെ മോളെ കരയിക്കാതെ കാര്യം നടത്തണം. ആദ്യം നിങ്ങളൊന്ന് കണ്ട് സംസാരിച്ചു നോക്ക്, സത്യഭാമ പറഞ്ഞത് കേട്ട് വാസുദേവൻ ഉടനെ എഴുന്നേറ്റുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ സ്വസ്ഥതയില്ല, ഇനി നിന്റെ ഡ്രാമ കൂടെ കാണാൻ വയ്യ. കോപ്പ് ഒന്ന് പോകുന്നുണ്ടോ? വാസുദേവൻ ദേഷ്യത്തോടെ കയറിപ്പോയി. അത് കണ്ടു അഞ്ജലിയും സത്യഭാമയും അമ്പരന്നു പോയി. അച്ഛന് ഇതെന്ത് പറ്റിയെന്ന് അറിയാതെ അവർ പരസ്പരം നോക്കി. അപ്പോൾ സത്യഭാമ അഞ്ജലിയെ നോക്കി. അമ്മേ, എനിക്ക് ആദ്യം നഷ്ടപ്പെട്ടാൽ അറിയാലോ, ജീവിക്കില്ല ഞാൻ, അഞ്ജലി പറഞ്ഞത് കേട്ട് സത്യഭാമ പറഞ്ഞു. നിനക്ക് അമ്മയില്ലേ? അച്ഛനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം, ഇതിന്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നു. ആ നീലിമ സുധാകര മേനനെ കെട്ടിയിരുന്നേ
നിനക്ക് സുഖമായി ആദ്യം കെട്ടാൻ പറ്റിയേനെ. അതെങ്ങനെ? ആ പെണ്ണിന് കുടപ്പുറപ്പിനോട് സ്നേഹം വേണ്ടേ? എന്റെ മോളെ ഇങ്ങനെ കരയിപ്പിച്ചിട്ട് അവൾ സുഖമായി എവിടെയോ കഴിയുന്നു. സത്യഭാമ പറഞ്ഞത് കേട്ട് അഞ്ജലി നീലിമയെ കുറിച്ചോർത്തു. അവൾക്ക് നീലിമയോട് ദേഷ്യം കൂടി. ആദിയുടെ കുടുംബം സാമ്പത്തികവും കൂടി നോക്കിയാണ് അഞ്ജലിയുമായി വിവാഹം തീരുമാനിച്ചിരുന്നത്. സമ്പത്തിന്റെ പേരിൽ അത് മുടങ്ങിയാൽ ഒരിക്കലും താൻ നീലിമയെ വെറുതെ വിടില്ല എന്ന് അഞ്ജലി മനസ്സിൽ കരുതി. നീലിമ എന്നിങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ട് ചെന്ന് നിർത്തിയത് നീയല്ലേ? എന്നിട്ട് നീ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല, അഞ്ജലി മനസ്സിൽ പറഞ്ഞു. നീലിമ സുധാകരമേനനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചിരുന്നേൽ ഉറപ്പായും ആദിയുമായുള്ള തന്റെ കല്യാണത്തിന് സാമ്പത്തികം ഒരു പ്രശ്നമേ ആവില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാറ്റിനും കാരണം നീലിമ തന്നെയാണെന്ന് അഞ്ജലിയും വിശ്വസിച്ചിരുന്നു.